ക്രെഡിറ്റ് കാർഡ് ഇതേപോലെ തന്നെ സംഭവിക്കുന്നത്. ഇതൊക്കെ പുതിയ കാലത്ത് ആളുകൾക്ക് അവരുടെ ജേണി കുറച്ചുകൂടി എളുപ്പമാക്കുക എന്നതിന് ബാങ്കുകൾ കണ്ടെത്തുന്ന പ്രൊഡക്റ്റുകളാണ് ശരിക്കും എന്ത് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡുകളും ഈ പറയുന്ന EMI സൊല്യൂഷൻസൊക്കെ. ബൈ നൗ പേ ലേറ്റർ എന്നാണ് ഞാൻ പറയാം. EMI ആ സംവിധാനത്തിന് വേറെ കുറച്ചുകൂടി വികസിത രൂപം അങ്ങനെ പറയാറുള്ളത്. അപ്പോൾ ആ സിസ്റ്റം ആസ് ഇറ്റ് ഈസ് പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഗൾഫിലാണെങ്കിൽ ടാബി, തമാര എന്നൊക്കെ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് ശരിയാ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്ന ഫത്വ ബോർഡുകളുണ്ട്, സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ പിന്നെ ഈ റിബൻ്റെ പ്രശ്നമില്ലല്ലോ. ആ പ്രശ്നമുണ്ട്. ഉണ്ട് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇല്ല. നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ലോൺ ബേസിലാണോ ഈ പ്രൊഡക്റ്റ് വിറ്റിട്ടുള്ളത്, ഈ മുറാബഹ അല്ലെങ്കിൽ മുസാവമൊക്കെ പോലെയുള്ള പ്രൊഡക്റ്റ് ബേസിലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്താവും, അത് ശരിയും തെറ്റൊക്കെ ആവും. ഞാൻ പറഞ്ഞ സാധാരണ കേസിൽ നമ്മുടെ നാട്ടില് നമ്മുടെ ഇവിടെ പറയുമ്പോൾ പിന്നെ മുറാബക്കൊന്നും പ്രസക്തി ഇല്ല. ഇവിടെ പറയുമ്പോൾ എന്തേ ഉള്ളൂ, ഏതൊരാൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴും അതിൽ ക്ലോസ് ഉണ്ടാവൂലേ. ഇവിടുത്തെ അവസ്ഥയിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡുകളിൽ ക്ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറയാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സൈഡാണ് ആദ്യം പറയാം. പ്രത്യേകിച്ച് നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ രണ്ടറ്റങ്ങനെ എന്താ പറയുക കഷ്ടിച്ച് കൂട്ടിമുട്ടിച്ച് പോകുന്ന ആളാണെങ്കിൽ ഒരിക്കലും പോകേണ്ടുന്നൊരു പ്രൊഡക്റ്റ് അല്ല ശരിക്കും ക്രെഡിറ്റ് കാർഡുകൾ. കാരണം അത് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ കൊണ്ടുപോകും ഫോർ ഷുവർ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും ബേസിക്കലി. മാത്രമല്ല നമുക്കത് കാരണം ആരും അറിയാതെ നമ്മൾ ചോദിക്കുന്ന ഒരു കടമാണത്. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ മാസ ശമ്പളം കിട്ടി നമുക്ക് ചിലവഴിക്കുന്ന വഴികളൊക്കെ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ പിന്നെ വീണ്ടും കടക്കാരനാവുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് വരുമ്പോഴേക്ക് കൂട്ടുകാരോട് ചോദിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മളത് പിന്നെ നമ്മൾ ഒഴിവാകുന്നില്ല. അതിനേക്കാൾ വലുതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു പ്രോഫിറ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മന്ത്ലി ബേസിലാണ്. ഇപ്പോൾ നിങ്ങൾ മറ്റ് ഫൈനാൻഷ്യൽ ഫെസിലിറ്റീസിനൊക്കെ ആനുവലിയാണ് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ നടക്കുക. ഇപ്പോൾ സാധാരണ ലോണൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു വർഷം ഇത്ര ശതമാനം 12 ഇവിടെ മന്ത്ലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ എമൗണ്ടിന് പലപ്പോഴും അത് ഇസ്ലാമിക് ബാങ്കുകളാണെങ്കിൽ ഉൾപ്പെടെ പ്രോഫിറ്റ് കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ പോലും സംഭവിക്കുന്നത് വെച്ചാൽ 36% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാവും. ആൾക്കാർക്ക് അത് അറിയില്ല പലപ്പോഴും. മാസം വെച്ച് കൂട്ടുമ്പോൾ 3% കൂട്ടേക്കൂ 36% ആയി. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ അത്രയും കൊടുക്കണം. പ്രശ്നം വരുമ്പോഴാൾക്ക് പ്രശ്നമാവുക. അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ അവസ്ഥ വരുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് അവസ്ഥ വരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പറയേണ്ടത് അത് അത്ര അനിവാര്യമാണെങ്കിൽ ചിലപ്പോൾ ചില ഫെസിലിറ്റികൾ ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നീണ്ടു വരും. ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവും. ചില ഫെസിലിറ്റികൾക്ക് ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. ഈ എയർപോർട്ട് ലോഞ്ച് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡറി ഒരു പർപ്പസ് മാത്രമാണ്. ഓക്കെ, അതല്ലാത്ത കാര്യങ്ങൾക്ക് അങ്ങനെ വലിയ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ നിലക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടതായിട്ടുള്ളത്. നമുക്ക് അത്രയും മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഇൻകം സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യലാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമ്മൾ ആവശ്യം ഉണ്ടായിട്ടില്ലാണ്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ക്ലോസുകളിലേക്ക് ഇപ്പോൾ ഇവിടെ മറ്റു ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കേണ്ടുന്ന അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആലോചനകൾ ചിന്തകളൊക്കെ നമ്മൾ പലരും ഷെയർ ചെയ്യാറുണ്ട് പലരും. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റായിട്ട് മറ്റൊക്കെ വീണ്ടും വരേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു ബേസ് ഇഷ്യൂ ആയിട്ട് ഈ ഫിനാൻസ് മാനേജ്മെൻറ്റിലുള്ള ഒരു അദബ് കുറവ് ആണെന്ന് ഇങ്ങനെ, അതായത് ഈ നമ്മുടെ നാട്ടിൽ നമുക്കുള്ളൊരു ഇപ്പോഴത്തെ ഒരു കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം വാങ്ങാം. ഇപ്പോൾ EMI കൊടുത്തിട്ട് ഐഫോൺ വാങ്ങാം. അതായത് നേരത്തെ പറഞ്ഞ ഒരു ഈ നീഡ് ഉണ്ടല്ലോ, ആ നീഡിന്റെ ഒരു നമ്മൾ അതിൽ കാണിക്കേണ്ട ഒരു ബൗണ്ടറി എന്താണ്, അവിടെ വരുന്ന ഒരു പ്രശ്നം കൂടിയല്ലേ അത് വളരെ വളരെ പ്രധാനമാണത്. ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പലപ്പോഴും ഒരു എൻ്റെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്ന സാഹചര്യം വന്ന സമയത്തൊക്കെ ആദ്യ സമയത്ത് നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല, ക്രെഡിറ്റ് കാർഡ് ഇല്ല. നമ്മുടെ ഓൾറെഡി ഫാമിലിയെ കൊണ്ടുവന്നതിൻ്റെതായ ചുറ്റുപാടുകളുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ കാർഡില്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട സിറ്റുവേഷൻ വന്നു.
പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യത്തെ ഒരു 1-2 മാസങ്ങളെങ്കിലും വാഷിംഗ് മെഷീൻ വാങ്ങാത്ത ഒരു സംവിധാനത്തിൽ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളും കുടുംബവും ശീലിക്കുകയാണ്. ഞാൻ പറയുന്നത് നല്ല ശീലമാണ് അത് ശരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ അനാവശ്യം എന്താണ്, അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവാൻ എന്ത് ചെയ്യും, അത് ഉപകരിക്കും. എന്നിട്ട് നമ്മൾ ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങിക്കുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നു. മറുഭാഗത്ത് ഈ പ്രശ്നമുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത സമയങ്ങളിൽ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ, പ്രത്യേകിച്ച് നമ്മളൊരു സാമ്പത്തികമായിട്ട് വലിയ അവസ്ഥയിലല്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഓൺ ഒരു ലൈഫ് എക്സ്പീരിയൻസും കൂടി പറയുന്നതാണ്. നമ്മൾ അതേസമയം നമുക്ക് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ഫ്രീഡമുള്ള അവസ്ഥയിലാണെങ്കിൽ, വലിയ കുഴപ്പങ്ങളില്ലെങ്കിൽ, നമുക്ക് മറ്റ് സംവിധാനങ്ങൾക്ക് അത് ഒരാവശ്യമായിട്ട് പുതിയ ലോകക്രമത്തിൽ പലതും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഒക്കെ ഇതൊരു ഘടകമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക് കാർഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇസ്ലാമിക് കാർഡിന് നമ്മൾ ആ കോസ്റ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ ഫെസിലിറ്റി തരുന്നത്, അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഇസ്ലാമിക്കലി സ്ട്രക്ചേർഡാണ്, അവിടെ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ നമുക്ക് ആ എത്തിക്കൽ കംപ്ലയൻസ് പാലിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്ത സമയത്തോളം നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നിടത്ത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, നിങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ അദബ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതൊക്കെ വളരെ വലിയൊരു ഘടകമായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും ആ എല്ലാ സംഗതികളെയും ബ്രേക്ക് ചെയ്യുന്ന സംഗതികളായിട്ടാണ് പലപ്പോഴും ഇത്. അപ്പോൾ ആളുകൾക്ക് നമ്മുടെ കുടുംബത്തിന് ആളുകളുടെ ശമ്പളം എന്താണ്, ഫണ്ടിൻ്റെ സോഴ്സ് എന്താണ് എന്ന് പോലും മനസ്സിലാവാതെ ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം അത് വലിയ പ്രശ്നങ്ങളിലേക്കും പോകും. കാരണം ഇതൊക്കെ പലപ്പോഴും ഒരാളുടെ മാത്രം ടെൻഷനാവും. കുടുംബത്തിലാണ് മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഭാരം കൊണ്ട് നടക്കുന്നുണ്ടാവുക. ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വലിയ ഒരു ഘടകമാണ്. ഒരു കടക്കാരൻ്റെ പോലെ ജീവിക്കേണ്ടി വരും. അപ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളത് നമ്മളുടെ സേവിങ്സുമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടും മാത്രം ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. അതൊരു മൊത്തം ജീവിതാച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഞെരുക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും, നമ്മുടെ എളുപ്പങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും. അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ള പ്രധാനമാണ്. അത് നമ്മൾ മാത്രം മനസ്സിലാക്കിയാലും പോരാ, നമ്മൾ കൂടെ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യണം, അതൊക്കെ മനസ്സിലാവുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് അതിലൊരു പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ തോന്നുന്നു.